ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കാൻഡിയിലെ വിശുദ്ധ ജോൺ, യാൻ എന്നാണ് പറയുക. പോളണ്ടിൽ നിന്നുള്ള വൈദികനാണ്. ജോൺ എന്നുള്ളത് ഇംഗ്ലീഷിലാണ്, യാൻ എന്നാണ് പോളിഷ് ഭാഷയിൽ. വലിയ തത്വജ്ഞാനിയായിരുന്നു, ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു, ദൈവശാസ്ത്രജ്ഞനായിരുന്നു. 1390 അദ്ദേഹം ജനിച്ചത്. 1473 അദ്ദേഹം മരിച്ചത്. പോളണ്ടിലെ കെറ്റ്, KETY, കെറ്റ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ജനിച്ചത്. സ്റ്റനിസ്ലാവസ് എന്നാണ് അപ്പൻ്റെ പേര്. അന്ന എന്നാണ്, അന്ന കാൻഡി എന്നാണ് അമ്മയുടെ പേര്. ക്രാക്കോഫ് എന്ന് ഇവിടെ പറയാം. പോളണ്ടിൽ ക്രാക്കോഫിൽ ഒരു അക്കാദമി ഉണ്ടായിരുന്നു, അവിടെയാണ് പഠിച്ചത്. 1418 തത്വജ്ഞാനത്തിൽ ഡോക്ടറേറ്റ് കിട്ടി. പിന്നെയാണ് പൗരത്വം സ്വീകരിച്ചത്. തൻ്റെ മാതൃസ്ഥാപനമായ ഈ ക്രാക്കോ അക്കാദമിയിൽ ദൈവശാസ്ത്ര അധ്യാപകനായി. വേദപുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ പകർത്തി എഴുതിയായിരുന്നു ഇഷ്ടപ്പെട്ട ഹോബി, അല്ലെങ്കിൽ അതായിരുന്നു ജോലി. ഗലീലിയോ, ഐസക് ന്യൂട്ടൺ എന്നിവർക്ക് പ്രചോദനമേകിയ ഴാങ് ബുരിതൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഈ കാൻഡിയിലെ ജോൺ എന്ന് പറഞ്ഞ വിശുദ്ധന് ചെറുതല്ലാത്ത റോളുണ്ട്. കോപ്പർനിക്കസിൻ്റെ വിപ്ലവത്തിന് വിത്തുപാകിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും വൈദികനുമാണ് ഴാങ് ബുരിതൻ. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളിലേക്ക് എത്താനായിട്ട് സഹായിച്ചത് ഈ കാൻഡിയിലെ വിശുദ്ധ ജോണാണ്. ശാസ്ത്രത്തിനും സഭ ഒരിക്കലും എതിരല്ല എന്നതിന് പിന്നെയും തെളിവുകൾ ഉണ്ടാകുകയാണ് ഈ വിശുദ്ധരുടെ കഥകൾ. കലാലയത്തിലെ ജോലി, ശാസ്ത്രീയ ഗവേഷണങ്ങൾ, ഇവയ്ക്കിടയിലും നഗരത്തിൽ ചുറ്റി സഞ്ചരിച്ച് പാവങ്ങളെ കണ്ടെത്തി സഹായിച്ചു. സ്കൂളിൽ പോകാൻ പണമില്ലാത്ത കുട്ടികളെ സഹായിച്ചു. സർവകലാശാലയത്തിൽ ദരിദ്രരെയും അദ്ദേഹം പലതരത്തിൽ സഹായിച്ചു, സാമ്പത്തികമായിട്ടും അല്ലാതെയും. അങ്ങനെ ജോൺ വളരെ ജനകീയനായി, ഒരു താരമായി എന്ന് പറയും, സെലിബ്രിറ്റി. ഇതിൽ അസൂയ പൂണ്ട സഹപ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ വ്യാജമായ പല ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ കലാലയത്തിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാതെയായിരുന്നു ഈ അന്യായമായ പുറത്താക്കൽ നടപടി. ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ്. എനിക്ക് ഇഷ്ടംപോലെ തെളിവുകൾ പറയാനുണ്ട്. ഉള്ളിൽ നീർന്ന ഹൃദയമാണെങ്കിലും ദേഷ്യമോ അസഹിഷ്ണുതയോ കാണിക്കാതെ ജോൺ പുറത്തുപോയി. സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങാത്ത ഒരു ശക്തിയുമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 8 വർഷം വേണ്ടി വന്നു സംഭവിക്കാൻ. അദ്ദേഹത്തെ കലാലയം തിരിച്ചു വിളിച്ചു. 4 പ്രാവശ്യം അദ്ദേഹം റോമയിലേക്ക് തീർത്ഥയാത്ര പോയത് നടന്നാണ്. പോളണ്ടിൽ നിന്ന് റോമിലേക്ക് നടന്നു. ജെറൂസലമിലേക്കും അദ്ദേഹം യാത്ര ചെയ്തു. അങ്ങേയറ്റം വിനയവും സ്നേഹമുള്ള ആളായിരുന്നുവെന്നാണ് ജീവചരിത്രകാരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരിക്കലും ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടു. സേവകൻ്റെ കയ്യിൽ നിന്ന് കറി മുഴുവൻ ജോണിൻ്റെ ലോഹയിൽ വീണു. അദ്ദേഹം പ്രഭുവിൻ്റെ പരിചാരനോട് പറഞ്ഞു, സാരമില്ല, ലോഹയ്ക്കും എന്തെങ്കിലും കിട്ടട്ടെ. ലോഹയുള്ളത് കൊണ്ടാണല്ലോ ഞാനിവിടെ എത്തിപ്പെട്ടത്. അത് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ വാതിൽക്കൽ ഒരു ഭിക്ഷക്കാരൻ. ജോൺ എഴുന്നേറ്റ് പോയി അയാൾക്ക് ഭക്ഷണം കൊടുത്തു. ഇതാണ് വിശുദ്ധരുടെ രീതി. വലിയ തത്വജ്ഞാനിയാണ്, ദൈവശാസ്ത്രജ്ഞനാണ്, ഭൗതിക ശാസ്ത്രജ്ഞനാണ്. പക്ഷെ പാവങ്ങളെ സഹായിക്കുന്ന അങ്ങേയറ്റം മനസ്സിലെത്തുകയും ചെയ്യുന്നു. കലാലയത്തിൽ നിന്ന് അസൂയ എല്ലാം കലാലയത്തിൽ പുറത്താക്കപ്പെട്ടു. കാത്തിരുന്നു. 8 കൊല്ലങ്ങൾ തിരിച്ച് വിളിക്കപ്പെട്ടു. ഇങ്ങനെ ഈ ഡിന്നറിന് പോയി, അല്ലേ, അവിടെ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കാതെ തമാശകളെ സ്വീകരിച്ച് ഇങ്ങനെ എല്ലാത്തിലും ദൈവഹിതം കാണാനും ദൈവത്തിൻ്റെ മുമ്പിൽ, ഇല്ലേ, സേവകരായിരിക്കുക, ദാസന്മാരായിരിക്കുക, ഭൃത്തന്മാരായിരിക്കുക എന്നുള്ള ആ വിളി സ്വീകരിച്ചുകൊണ്ട് തന്നെ എളിമയിൽ ജീവിക്കാനും കഴിയുക. സഭയ്ക്കും ലോകത്തിനും അങ്ങേയറ്റം സംഭാവനകൾ ചെയ്യുക. ഏത് അവസ്ഥയിലുള്ളവർക്കും വിശുദ്ധരാകാൻ കഴിയും. മാത്രമല്ല, വത്തിക്കാനിൽ നിങ്ങൾക്കറിയാം, ശാസ്ത്ര നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു ഒരു സംവിധാനം തന്നെയുണ്ട്. സഭ ഒരിക്കലും ശാസ്ത്രത്തിനെതിരല്ല. പക്ഷേ ഭൗതിക ശാസ്ത്രം പറയുന്നതാണ് സത്യം, അത് മാത്രമേ സത്യമുള്ളെന്ന് പറഞ്ഞാൽ സഭ കൂട്ടാക്കില്ല. നമ്മുടെ ബുദ്ധി കൊണ്ടും മറ്റും കണ്ടെത്തുന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു അംശമാണ്. ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ നിഷേധിച്ചല്ലല്ലോ നമ്മുടെ ബുദ്ധിയുടെ കണ്ടുപിടുത്തങ്ങൾ അല്ലേ അതിന് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. രണ്ടും വേണമെന്നാണ് സഭയുടെ നിലപാട്. അതിനേക്കാൾ നല്ലൊരു നിലപാട് വേറെയുണ്ടോ? ശാസ്ത്രവും വേണം, വെളിപാടും വേണമെന്നുള്ള ആ തുല്യതയുള്ള സന്തുലിതാവസ്ഥയുള്ള നിലപാടിനേക്കാൾ നല്ലൊരു നിലപാടുണ്ടോ വേറെ? വെളിപാട് നിഷേധിക്കുന്ന ശാസ്ത്രം നല്ലതാണോ? ശാസ്ത്രം നിഷേധിക്കുന്ന വെളിപാട് നല്ലതാണോ? രണ്ടും കൂടി ഉള്ളതല്ലേ ഏറ്റവും കേമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭ അത് കർത്താവ് സ്ഥാപിച്ചതാണ്. അതിന് തെറ്റിപ്പിരിഞ്ഞ് പോയവർക്കൊക്കെ ഒരു വശം മാത്രമേ അറിയുള്ളൂ. അവരെല്ലാം ഈ 2 വശവും പരിഗണിക്കുന്ന കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരട്ടെ. വിശുദ്ധരൊക്കെ അതിന് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.